പ്രിയമുള്ളവരെ, നമ്മൾ ഓരോ സമയത്തും ദിവ്യാരാധനയിലേക്ക് വരുന്നത് ദൈവം നമ്മോട് കാണിക്കുന്ന പ്രത്യേകമായ വാത്സല്യമായി, സ്നേഹമായി നമ്മൾ കണക്കാക്കണം. ബൈബിള് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ വചനം കേൾക്കാനും കർത്താവിൻ്റെ അടുത്തേക്ക് ഒക്കെ വരാൻ കഴിയുന്നതിന് ചില യോഗ്യതകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഒന്നും കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കാൻ വേണ്ടി ഈശോൻ്റെ അടുത്ത് വരാൻ അവരുടെ സ്വാഭാവികമായ കാരണങ്ങളാൽ പറ്റണില്ല. കാരണം എന്താണ്? മർക്കോസ് 3:17 വായിക്കുമ്പോൾ നമുക്കറിയാം ആരാണ് കർത്താവിൻ്റെ അടുത്ത് വരുന്നതെന്ന്. അവിടെ നിന്ന് താൻ ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞ് അവിടുന്ന് താൻ ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു. ഇപ്പോൾ മർക്കോസ് 3:17 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ കർത്താവിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. കാര്യം നമ്മൾ മനസ്സുകൊണ്ട് കർത്താവിൻ്റെ അടുത്താണല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആരാധന ഇപ്പോൾ കൂടാൻ കഴിയണത്? കർത്താവിന് നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ യോഗ്യത എന്ന് പറയണത് എന്താണ്? കർത്താവിൻ്റെ ഇഷ്ടമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 3:13 കണ്ടോ? അവൻ തനിക്കിഷ്ടമുള്ളവരെ അവിടുത്തെ അടുത്തേക്ക് വിളിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈനായാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും കർത്താവിൻ്റെ അടുത്തേക്കുള്ളൊരു വിളിയാണ്. ആരാധനയുടെയും വചനം കേൾക്കാനുള്ള ഈ നിമിഷം കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ പിന്നെ നമുക്ക് വേറെ ഒരു വിളിയും നമ്മൾക്ക് കേൾക്കാൻ ബാധ്യസ്ഥരല്ല. ഇപ്പം ചില ആൾക്കാരൊക്കെ ഇല്ലേ, പള്ളിയിൽ വന്നു, കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ജോലിക്കാര്യത്തിന് ആരെങ്കിലും അവരെ വിളിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പള്ളിയിലുള്ള എല്ലാവരെയും ആ മൊബൈൽ റിംഗ് കേട്ട് അസ്വസ്ഥരാക്കും. പിന്നെ അവർ ചാടിപ്പുറത്ത് പോകും. കോൺസെൻട്രേഷൻ ടൈം ആണെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് നിറവോടെ ഇറങ്ങി വന്ന് ദിവ്യകുർബാന കർത്താവിൻ്റെ തിരുശരീരം മാറ്റുന്ന സ്വർഗീയ നിമിഷമാണെങ്കിൽ പോലും ഈ മനുഷ്യർ പുറത്തു പോയി ആ സമയത്ത് ഫോൺ ചെയ്യണ കാണാം. അപ്പോൾ അവർ പറയണത് ആ കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ആ മേശര് പിന്നെ വിളിക്കത്തില്ലെന്നാണ് പറയണത്. അങ്ങനെ അവരുടെ ജോലി പോകുമെന്നാണ് പറയണത്. അങ്ങനെ ഒരാളൊന്നുമല്ല, ഞാൻ കുറേ ആൾക്കാർ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ദിവ്യകുർബാനയുടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ ശബ്ദിക്കുകയും ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാതെ നേരെ പുറത്ത് പോയി അവരോട് ആവശ്യത്തിന് സംസാരിച്ചിട്ട് തിരിച്ച് വരുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ സൗമ്യമായി ചോദിക്കണമെങ്കിൽ വെച്ചാൽ ജോലി പോയാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കും. നമുക്ക് ഈ പരീക്ഷണങ്ങളൊക്കെ വരണില്ലേ? ഇതാണ് അവസ്ഥ. ജോലി പോയി അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അപ്പം കയ്യിൽ നിന്ന് പോയാൽ എന്ത് ചെയ്യും? കർത്താവ് പോയാൽ പിന്നെയും വരുമെന്ന് വിചാരിക്കാം. അപ്പം പോയാൽ എന്ത് ചെയ്യും? ജോലി പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ ഒരു ചെറിയ സിംഗിൾ ഇൻസിഡൻറ്റ് കൊണ്ട് തന്നെ നമ്മളെ അങ്ങ് വിധിച്ചു, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ബോധ്യമാക്കി കൊടുക്കുകയാണ് ശരിക്കും. പക്ഷേ ചില വില്ലന്മാരുണ്ട്, പരിശുദ്ധാത്മാവ് നിറവുള്ളവരുണ്ടേ പറയും, എനിക്ക് കർത്താവാണ് എന്നെ വിളിച്ച് നിർത്തിയിരിക്കുന്നത്. വല്ല ആണ്ടനും അഴകോടനും അപ്പം തരാമെന്നും പറഞ്ഞ് കാണിച്ച് വിളിച്ചാൽ കല്ല് അപ്പമാക്കാൻ പറഞ്ഞ ആൾക്കാരുടെ ഈ കാലഘട്ടത്തിലുള്ള തലമുറയായിരിക്കും വിളിക്കണത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, കല്ല് അപ്പമാക്കാണ് പ്രശ്നമാണല്ലോ ബൈബിളിൽ ഒരു ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നമ്മളോർക്കും അത് സാത്താൻ പറഞ്ഞൊരു വിഷയമല്ലേ എന്ന് പറയും. അല്ല, ബൈബിൾ മൊത്തം അതാ. ബൈബിൾ മൊത്തം അതാണ്. ദൈവത്തെ തൂക്കി നോക്കുന്ന അപ്പത്തിനേക്കാൾ വലിയ പ്രാധാന്യം, അല്ല ദൈവത്തിനേക്കാൾ വലിയ പ്രാധാന്യം അപ്പത്തിന് കൊടുക്കുന്ന ഉണ്ടോ ഇല്ലയോ? ആർ യു ഫെയ്ത്ത്ഫുൾ ഓർ നോട്ട്?
നീ ഒരു വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആന്തരികമായ അർത്ഥത്തിൽ അപ്പത്തിനാണോ നീ കൂടെ പ്രാധാന്യം കൊടുക്കുന്നത്, ദൈവത്തിനാണോ? അപ്പവും ദൈവവും ഒരുമിച്ച് വന്നാൽ നീ ഏതിന് പ്രാധാന്യം കൊടുക്കും? അനുസരിച്ചാണ് നമ്മൾ വിശ്വാസിയായിരിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചില സമയത്ത് ദൈവത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാത്ത ഒരു കാലം നമ്മുടെ ജീവിതത്തിൽ വരും. ദൈവത്തിന് എന്ത് സംഭവിച്ചു, ദൈവത്തിൻ്റെ കൂടെ നിന്ന് വന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് എന്നാ സംഭവിച്ചു, മെത്താമാർക്കും സംഭവിച്ചു, അച്ഛന്മാർക്കും സംഭവിച്ചു, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ. അപ്പം എന്ത് സംഭവിച്ചു എന്നുള്ളത്, ദൈവത്തിന് എന്ത് സംഭവിച്ചു, ആത്മീയതയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അപ്പത്തിലേക്കുള്ള നമ്മുടെ ചായ്വിൻ്റെ ബഹിസ്ഫുരണമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. അതിപ്പോൾ ചോദിക്കാൻ തുടങ്ങിയതല്ലേ. ഇതെല്ലാം പഴയ പ്രശ്നങ്ങൾ തന്നെയാണ് ശരിക്കും. ഇപ്പം നമ്മൾ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്നല്ല ജനം ചോദിച്ചത്, അഹറോനോട് ചോദിച്ചത്. പുറപ്പാട് 32:1 നമ്മളെ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചു. അപ്പം എന്ത് സംഭവിച്ചു എന്ന്, ഒന്നും സംഭവിക്കാത്തപ്പോഴും എന്തോ സംഭവിച്ചു എന്ന് വരത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹം എന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 യേശുവേ ആരാധന, ഹല്ലേലൂയ ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ എന്തിനാണ് കർത്താവിൻ്റെ വചനം ധ്യാനിക്കണത്, വായിക്കണത്? കഴിഞ്ഞ തലമുറയിലുള്ളവർ ദൈവത്തെ എങ്ങനെ അഭിമുഖീകരിച്ചു, ഇങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥകളിൽ അവരെങ്ങനെ അതിനെ സമീപിച്ചു, എന്ത് നിലപാടെടുത്തു. ഇപ്പം എന്താ ചോദ്യം? എന്താ? മോശസ് കുറച്ച് കാലത്തേക്ക് പ്രാർത്ഥനയിലേക്ക് ദൈവം അവനെ വിളിച്ചു. അപ്പോൾ അവൻ്റെ ആബ്സൻസ് അവിടെ വന്നു. ആബ്സൻസ് വരുമ്പോൾ കുറേ ആൾക്കാർ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. എന്താണ്? മോശയ്ക്ക് എന്ത് സംഭവിച്ചു? അതാണ് 32 പുറപ്പാട് 32:1 നമ്മളെ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചു, വികാരിച്ചന് എന്ത് സംഭവിച്ചു, ബിഷപ്പിന് എന്ത് സംഭവിച്ചു, കന്യാസ്ത്രീക്ക് എന്ത് സംഭവിച്ചു, സഭയ്ക്ക് എന്ത് സംഭവിച്ചു? ഇങ്ങനെ ചോദ്യങ്ങൾ ഉയർത്തുന്ന കാലം എന്താണ്? കാളക്കുട്ടിയെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ചോദ്യങ്ങൾ ഉയർത്തുന്നത്. അതെപ്പോഴും നമ്മൾ ഓർക്കണം. ഈ രഹസ്യ അജണ്ടകളെല്ലാം സത്യദൈവത്തിൽ നിന്ന് ജനത്തെ പിന്തിരിപ്പിച്ചുകൊണ്ട് കാളക്കുട്ടിയെ ആരാധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളവരെ, അപ്പം കൊണ്ട് മാത്രമാണ് ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവരെ എപ്പോഴും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കും. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ,
പ്രതീക്ഷയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റീമ റാഫി. തൃശ്ശൂരിൽ നിന്നാണ്. ഒല്ലൂര് ചിയാരം വിജയമാത പള്ളിയാണ് എൻ്റെ ഇടവക. ഞാൻ 2019 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അന്ന് മക്കളൊക്കെ +2 ഒക്കെ കഴിഞ്ഞ് അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് മോൻ MBBS-നും മോള് മർച്ചൻ്റ് നേവിക്കും ചേർന്നു. അതിവിടെ ഞാനൊരിക്കൽ സാക്ഷ്യം പറഞ്ഞിരുന്നു. അതിനുശേഷം കോവിഡിനൊക്കെ ശേഷം ഉടമ്പടികളൊക്കെ പുതുക്കിയെങ്കിലും അത്ര ആത്മാർത്ഥമായിട്ട് എനിക്കത് കൊണ്ടു നടക്കാൻ സാധിച്ചില്ല. പിന്നീട് വീണ്ടും ഞാൻ പല പ്രാവശ്യം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ കിട്ടി. ഇതേവരെ പറയാൻ ഞാൻ മെനക്കെട്ടില്ല. അപ്പോൾ ഈശോ വഴിയായിട്ട് കൃപാസന അമ്മ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനും ഈ സാക്ഷ്യം വൈകിയതിനും ഞാൻ ഈശോയോട് മാപ്പപേക്ഷിക്കുന്നു. കഴിഞ്ഞ ജനുവരിയിൽ ഞങ്ങൾ കുടുംബമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വാഹനം ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയും അതൊരു ഭയങ്കര ഹെവി ലൈനായിരുന്നു. ആ വണ്ടി മൊത്തം തകർന്നു പോയി. 10 ലക്ഷത്തിൽ മേലൊക്കെയാണ് അതിൻ്റെ റിപ്പയർ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ 4 പേരും ആ വാഹനത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ആകെ തീയും പുകയൊക്കെയായിരുന്നു. ഹെവി ലൈനായിരുന്നുകൊണ്ട് മാതാവിൻ്റെ കാരുണ്യ കടാക്ഷം കൊണ്ട് ഞങ്ങൾ 4 പേരെ എങ്ങനെയോ പുറത്തേക്ക് കടന്നു. കുറച്ച് ചില്ലൊക്കെയാണ് മേത്തുണ്ടായുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോഴാണ് ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് നോക്കണേ. അപ്പം മോൻ പറഞ്ഞു, അമ്മ പേടിക്കണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല, എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ലോക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 4 പേരും ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നതും രക്ഷപ്പെട്ടതെന്നും. അതായിരുന്നു ഇപ്പം അടുത്ത് ഉണ്ടായ ഏറ്റവും വലിയ അനുഭവം. അത് പറയാനായിട്ട് എനിക്കിതുവരെ സാധിച്ചില്ല. അതിനുശേഷം ഇപ്പം ഈ കഴിഞ്ഞ ജൂലൈയിൽ ഞാൻ ജോലിക്ക് പോണതിൻ്റെ തിരക്കിൽ രാവിലെ 6:30-ക്ക് 3 സ്റ്റൗവിലെ 3 ബർണറും ഓണായിരുന്നു. അപ്പോൾ 4 നാഴിയൊക്കെ അരി വയ്ക്കാവുന്ന 10-12 ലിറ്ററിൻ്റെ വലിയ കുക്കറും കൂട്ടാൻ കാച്ചാനുള്ള എണ്ണ ചൂടായിട്ടിരിക്കുന്നുണ്ട്. ചായ 3ാമത്തെ അടുപ്പിലുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തൊട്ടടുത്ത് തന്നെ സിങ്കിൽ സവാള കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തോ എൻ്റെ റൈറ്റ് സൈഡിൽ ചൂട് പോലെ വന്നു. ഞാൻ നോക്കിയപ്പോൾ ആകെ പുകയും വെള്ള കളറും മഞ്ഞ് പോലെയും അങ്ങനെയൊക്കെ. എനിക്കൊന്നും മനസ്സിലായില്ല. സ്വരം കേട്ട പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ ആകെ ബുദ്ധിമുട്ടിലായി. ഞാൻ വേഗം അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് കടന്നു. 1 മിനിറ്റ് പോലും എനിക്ക് അകത്ത് ചെരുപ്പിടാണ്ട് നടക്കാൻ പറ്റില്ല. വീഴാനൊക്കെയുള്ള ടെൻഡൻസി കൂടുതലുള്ള ആളാണ്. എങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡൈനിങ് റൂമിലേക്ക് പുറത്തേക്ക് കടന്നതെന്ന് അറിയില്ല. അപ്പോൾ ഹസ്ബൻഡ് അതിൻ്റെ അപ്പുറത്തായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആൾ ചോദിച്ചു, എന്തിട്ട് അവിടെ സൗണ്ടും കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, വേഗം വായോ എന്ന് പറഞ്ഞു. എനിക്കൊന്നും കാണാനില്ല, ആകെ പുകയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആൾ വന്നപ്പോൾ നോക്കിയപ്പോൾ നടക്കാൻ പറ്റുന്നില്ല ആൾക്ക്. കാരണം ഈ 10-12 ലിറ്ററിൻ്റെ വലിയ കുക്കറിലത്തെ കഞ്ഞിവെള്ളം ആകെ പോയിട്ടുണ്ട്. എണ്ണ പാത്രം ചീഞ്ചട്ടി താഴേക്ക് വീണിട്ട് എണ്ണ മൊത്തം പോയിട്ടുണ്ട്. ഈ ചായയുടെ വെള്ളവും ആകെ പോയിട്ടുണ്ട്. സ്റ്റവൊക്കെ ഓഫായിട്ടുണ്ട് തന്നെ. അപ്പോൾ ആൾക്ക് നടന്നിട്ട് എൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് എന്തുട്ടാന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എന്തായാലും സിലിണ്ടർ ഓഫ് എന്തുട്ടുണ്ടായെന്ന് അറിയില്ല എന്ന്. അങ്ങനെ ആളെ ഇങ്ങനെയോ കടന്ന് സിലിണ്ടറൊക്കെ ഓഫ് ചെയ്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വലിയ തരക്കേടില്ലാത്ത അടുക്കളയാണ്. അടുക്കളയുടെ ഒരറ്റത്തുനിന്ന് ഉണ്ടായിരുന്ന സ്റ്റൗമെന്ന് ഈ അറ്റത്തേക്കുള്ള ചുമരുമയ്ക്ക് ഈ വലിയ കുക്കർ തെറിച്ച് വീണിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയിലാണ് തൊട്ടിപ്പുറത്ത് സവാള കഴുകിക്കൊണ്ടിരുന്നത്. അതെങ്ങാനും എൻ്റെ മേത്തെങ്ങാനും വന്ന് വീണെങ്കിൽ അത് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ വഴുക്കലിൻ്റെ ഇടയിൽ നിന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നും വീഴാണ്ടും ഈ ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിവായെന്നും എനിക്ക് അത്ഭുതമാണ്. ഞാൻ നോക്കിയപ്പോഴാണ് എൻ്റെ വെന്തിങ്ങമ്മേ മാതാവിൻ്റെ ലോക്കറ്റ് അപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിൽ നിന്നും രക്ഷപ്പെട്ടു. അങ്ങനെ മാതാവിൻ്റെ ലോക്കറ്റ് വഴി സംരക്ഷണം ലഭിച്ച അനുഗ്രഹങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ
ഞങ്ങൾക്ക് തിരക്കേടില്ലാത്ത ഒരു 2 നില വീടും 6.5-6.25 സെൻറ്റ് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇനിയൊരു സ്ഥലം മേടിക്കണമെന്നോ വീട് പണിയണമെന്നോ ഒന്നും. കാരണം പിള്ളേർ പഠിപ്പൊക്കെ കഴിയാറായി, കല്യാണ കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഹസ്ബൻഡിനോട് ഒരാൾ സ്ഥലത്തിൻ്റെ കാര്യം പറയുകയും ഞങ്ങൾക്കിപ്പോൾ എൻ്റെ ഇരട്ടി സ്ഥലം മെയിൻ റോഡിൽ തന്നെ, ഞങ്ങളുടെ കുറച്ചുള്ളിലേക്ക് പോകണം, മെയിൻ റോഡിൽ തന്നെ മേടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ മാസം കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ മതിൽ പണിയാനായിട്ടുള്ള കാര്യങ്ങൾ ഇന്നും നാളെയായിട്ട് തുടങ്ങണം. 4ാമത്തെ അനുഗ്രഹം, എനിക്ക് മുട്ടുവേദന ഭയങ്കരമാണ്. ജോലിക്കൊക്കെ പോകുന്ന വെച്ചാലും ഞാൻ റാമ്പ് അല്ലെങ്കിൽ ലിഫ്റ്റൊക്കെയാണ് ഉപയോഗിക്കുക. ഡോക്ടറെ കാണിച്ചപ്പോൾ 2 മുട്ടും തേയ്മാനാണ്, ഇടത് ഭാഗം തീരെ പറ്റില്ല. അപ്പോൾ ഞാൻ അഖണ്ഡ ജപമാല റാലിക്ക് പോകണമെന്ന് 2021 തൊട്ട് ആഗ്രഹിച്ചതാണ്. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരും. പിന്നെ ഈ മുട്ടുവേദനയുള്ള കാരണം ഇത്ര കിലോമീറ്റർ ഒന്നും എനിക്ക് നടക്കാൻ പറ്റില്ല എന്ന് മക്കളും പറയും. അതുകൊണ്ട് ഞാൻ ആ ആഗ്രഹം ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ വർഷവും ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഓരോ വർഷം ഇങ്ങനെ നമ്മൾ കഴിയുമ്പോൾ ആഗ്രഹങ്ങൾ പറയുമ്പോൾ 2024 പറഞ്ഞു അഖണ്ഡ ജപമാല റാലിക്ക് പോകണമെന്ന്. 25 വിചാരിച്ചു. ഞാൻ പോകാൻ പറ്റില്ല എന്ന് തന്നെ കരുതി. എങ്കിലും ഞാൻ പേരൊക്കെ കൊടുത്ത് ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് പേര് പോകുന്നുണ്ടായിരുന്നു. അവർ പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ജോലിയുള്ളത് കൊണ്ട് എനിക്ക് അവരുടെ അഖണ്ഡ ജപമാലയിലൊന്നും അവർ 13-ാം തീയതി സമയമുള്ളപ്പോഴൊക്കെ അവർ കൂടി പ്രാർത്ഥിക്കേണ്ടത് എനിക്കൊന്നിനും പറ്റിയിട്ടില്ല. ഞാനിങ്ങനെ ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെയാണ് പ്രാർത്ഥനകൾ എത്തിക്കുക. കുടുംബ പ്രാർത്ഥനയാകുമ്പോഴേക്കും ചിലപ്പോൾ ഉറക്കമൊക്കെ വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എനിക്ക് അഖണ്ഡ ജപമാല റാലിക്ക് തുടക്കം മുതലേ ഞങ്ങൾ രാത്രി പോകുന്നു 10 മണിക്ക് അവിടെ നിന്ന്. ഇവിടെ 3:30 ആകുമ്പോൾ എത്തി. 3:45 പുലർച്ചെ അഖണ്ഡ ജപമാല റാലി തുടങ്ങുമ്പോൾ ഞങ്ങൾ നടന്നിട്ട് ഞാൻ 8 മണി വരെയൊക്കെ സുഖമായി നടന്നു. പിന്നെ മണൽ തീരത്തൊക്കെ എത്തിയപ്പോഴാണ് കാലിന് കുറച്ച് കുഴച്ചിലൊക്കെ വന്നത്. അങ്ങനെ 10-10:30 ആകുമ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും, വയസ്സായവരൊക്കെ ഉണ്ടായിരുന്നു, അവർ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും, അവർ ചിലവർ കുർബാന തുടങ്ങണേക്കാളും മുന്നൊക്കെ എത്തി. ഞങ്ങളങ്ങനെ എത്തി. അത് അഖണ്ഡ ജപമാല റാലി വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചു. അതൊരു വലിയ അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനുശേഷം ഞാൻ വിചാരിച്ചു 2 ദിവസം ചിലപ്പോൾ ലീവ് എടുക്കേണ്ടി വരും, ഡ്യൂട്ടിക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ കരുതി. പക്ഷേ അതും എനിക്ക് സാധിച്ചു. കഴിഞ്ഞ വർഷം 2024 ഞാൻ പിള്ളേരുടെ ഹോസ്റ്റലിലേക്ക് പോയപ്പോൾ അവിടെ ഒന്ന് സ്ലിപ്പ് ചെയ്തിട്ട് കാറിൽ നിന്നൊരു സാധനം എടുത്തതായിരുന്നു. അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് സ്ലിപ്പ് ചെയ്ത് വീണു. പിന്നെ എനിക്ക് ഈ ഷോൾഡർ അനക്കാൻ പറ്റണില്ല. അങ്ങനെ 1-2 ആഴ്ചയ്ക്ക് ലീവ് എടുത്തു. പിന്നെയും ഈ കൈ പൊന്തിക്കാനോ കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റണില്ല. അങ്ങനെ 1-2 ഡോക്ടർമാരെ കണ്ടു. ആദ്യം അൾട്രാസൗണ്ട് സ്കാനും എക്സ്റേ ഒക്കെ എടുത്തു, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നീടാണ് MRI ഒക്കെ എടുത്തത്. അപ്പോൾ ഈ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി എന്ന് പറഞ്ഞിട്ട് ഈ ഷോൾഡറിൻ്റെ മസിൽ മൊത്തം 4 മസിലുണ്ട്. അതിൽ 2 മസിലും പൊട്ടിയിരിക്കുകയാണ്. അത് എല്ല് പൊട്ടനേക്കാളും ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഞാൻ ഇത് ഇത്ര നാളും അതിനെക്കുറിച്ച് അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. ഇത് ഫ്രാക്ചർ, എല്ല് പൊട്ടനേക്കാളും ഇത് 2-3 മാസമൊക്കെ റെസ്റ്റ് എടുക്കേണ്ടി വരും. പിന്നെ കൈ ഉയർത്താനോ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലും എലൈറ്റിലും അമലയിലും ഒക്കെ കഴിഞ്ഞ് ഞാൻ രാജഗിരിയിൽ വലിയ ഓർത്തോപീഡീഷ്യനെയൊക്കെ കണ്ടു. സർജറിക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വിട്ടത്, പോസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് എന്തോ സർജറി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം 2-3 മാസം ലീവ് എടുക്കണം, ജോലി കാര്യങ്ങളുണ്ട്, വീട്ടിൽ വേറെ നോക്കാൻ ഇനിയിപ്പോൾ ആളെ നിർത്തണം, അങ്ങനെയൊക്കെ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ മാതാവിൻ്റെ തൈലൊക്കെ പുരട്ടി ഒഴിഞ്ഞു. പിന്നെ ഈ ഭാഗത്തുള്ള ഒരു ചേച്ചി മാതാവിൻ്റെ തൈലത്തിൽ വേറെ അവരുടെ ഒരു മരുന്നും കൂടെ ആഡ് ചെയ്ത് കട്ടപ്പനയിൽ കൊടുത്തു വിട്ടു. അതും തേച്ചു, മാതാവിൻ്റെ തൈലൊക്കെ തേച്ചു. എനിക്കിപ്പോൾ കൈ കംപ്ലീറ്റായിട്ട് ഉയർത്താനും റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ എൻ്റെ ജോലി കാര്യങ്ങൾക്കൊന്നും തടസ്സമില്ല. വീട്ടിൽ സൺഡേ ഒരു ദിവസം സെർവൻറ്റിനെ വെച്ചിട്ടാണ് വലിയ അടിത്തൊടയൊക്കെ ചെയ്യുക. പക്ഷേ എൻ്റെ ഡെയിലി റുട്ടീനിന് എൻ്റെ കൈ യാതൊരു കുഴപ്പമില്ലാതെയാണ്
പോണത്. അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി തന്നതിന് ഞാൻ കോടാനുകൂടി നന്ദി പറയണു. പിന്നെ എൻ്റെ മോൾക്കും കുറച്ച് പറയാനുണ്ട്. അപ്പോൾ ഈശോയും മാതാവും തന്ന അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി ഈശോയ്ക്കും മാതാവിനെ അർപ്പിച്ചുകൊണ്ട് നന്ദി പറയുന്നു. എൻ്റെ പേര് കാർമൽ നോവ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറഞ്ഞ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇരിക്കുവാണ്. അത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കൊച്ചി എന്ന് പറഞ്ഞിട്ടൊരു സെൻട്രൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. മെയിൻലി മെർച്ചൻ്റ് നേവിയുടെ ഒരു കോഴ്സാണ്. കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്ന ടൈമിൽ ഞാൻ ഇവിടെ ആ ഒരു ടൈമിലൊക്കെയാണ് ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുത്ത് അങ്ങനെയാണ് എനിക്ക് അവിടെ സീറ്റൊക്കെ കിട്ടുന്നത്. അതൊക്കെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യവും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ 3 years കോഴ്സായിരുന്നു. എൻ്റെ അത് കഴിഞ്ഞു. ഫൈനൽ സെം ആയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി തുടങ്ങി. ലൈക്ക് പാസ്സാവോ, അരിയേഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. കോൺവക്കേഷന് കാര്യങ്ങൾക്കൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. വീട്ടിലത്തെ എൻ്റെ ഫാമിലിയിൽ ആദ്യം പഠിച്ചു തീരുന്നത് എൻ്റെയാണ്. അപ്പോൾ എനിക്ക് പേരൻസിനെയും ചേട്ടനെയൊക്കെ കൊണ്ട് ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു ഫൈനൽ സെം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഫൈനൽ സെം ആയതുകൊണ്ടും തന്നെ പഠിക്കാൻ എനിക്ക് അത്രയും ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും പഠിക്കാനും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ആ ടൈമിൽ, കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഞാൻ അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മെയിൻലി എനിക്ക് ക്യാമ്പസിൽ നിന്ന് അങ്ങനെ ഞങ്ങൾക്ക് പുറത്തിറങ്ങാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓൺലൈനായിട്ട് ഞാൻ ധ്യാനങ്ങൾ കൂടിയിരുന്നു, ഉടമ്പടി സാക്ഷ്യങ്ങൾ കേട്ടിരുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഞാൻ എക്സാമിന് പോയിരുന്നത്. എനിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, അരിയേഴ്സ് വരുമോ, എക്സാം ക്ലിയർ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷേ റിസൾട്ട് വന്നു. എനിക്ക് ബാക്കി ഉണ്ടായിരുന്ന 5 സെമ്മിനേക്കാളും ഏറ്റവും ഹയസ്റ്റ് മാർക്ക് എനിക്ക് 6th സെമ്മിൽ കിട്ടി. എനിക്ക് നന്നായി പാസ്സാവാനായിട്ട് പറ്റി. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്ക് എനിക്ക് എൻ്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് കിട്ടി. അതിലൊക്കെ ഞാൻ വളരെയധികം ഈശോയോടും മാതാവിനോടും നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത്, എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടായിരുന്നു. ഡ്രസ്സ് കൊടുക്കുക, എന്നെ കഴിയാവുന്ന രീതിയിൽ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക. എനിക്ക് അത്രയൊന്നും പറ്റിയിരുന്നില്ല, കാരണം ഞാനൊരു സ്റ്റുഡൻ്റാണ് ഇപ്പോഴും. അപ്പോൾ പാരൻസിൻ്റെ ഹെൽപ്പോട് കൂടിയാണെങ്കിലും എനിക്കതൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നു. മെയിൻലി ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് ഈശോയെ കുറിച്ചാണെങ്കിലും മാതാവിനെ കുറിച്ചാണെങ്കിലും പറഞ്ഞു കൊടുത്തിരുന്നത്. അങ്ങനെ അവർക്ക് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാനൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായി. അതൊക്കെയാണ് ഞാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത്. പിന്നെ ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അന്നെന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ പെട്ടെന്ന് മെഴുതിരിയിലേക്ക് നോക്കുകയാണ്. കാരണം മെഴുതിരി നന്നായി ആളി കത്തുന്നുണ്ട്. സാധാരണ അവിടെ ഫാനൊന്നും ഇട്ടിട്ടില്ല, ഞാൻ ഫാൻ ഇടാതെയാണ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നന്നായി ആളി കത്തുന്നു. അതങ്ങനെ കത്തേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ മെഴുതിരീനെ നോക്കുന്നു, ആ കത്തുന്ന തിരിയെ നോക്കുന്നു. ആ കത്തിയ തിരി ചെറുതായി വരുന്നു. കുറേ നേരം അങ്ങനെ ആളി കത്തിയത് കൊണ്ടാണ് ഞാൻ ആ തിരിയെ നോക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മാതാവിൻ്റെ അവിടെ ഒരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഈ തിരി ആളി കത്തുന്നു. അപ്പോൾ ഞാൻ തിരിനെ നോക്കുമ്പോൾ ആ തിരി ഇങ്ങനെ ചെറുതായി വരാണ്, അതിൻ്റെ ആ തിരിനാളം. അങ്ങനെ ചെറുതായി ഞാൻ നോക്കുമ്പോൾ ആ ലൈറ്റിൻ്റെ ഉള്ളിൽ മാതാവിൻ്റെ ഒരു ഷെയ്ഡ് ഞാൻ കാണാണ്. അപ്പോഴാണ് എനിക്ക് എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല ആക്ച്വലി ആദ്യം കണ്ടപ്പോൾ. കാരണം എനിക്കിത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ കാണുന്നത്, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നതും. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. എനിക്ക് ഒന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ ഇങ്ങനെയാണ് നടക്കുന്നത്. ഞാൻ പേടിച്ച് അമ്മേനെ വിളിച്ചു. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അവസാനം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേടിച്ചിട്ടാണോന്നറിയാം, ഞാൻ പെട്ടെന്ന് അമ്മേനെ വിളിച്ചു. ഞാൻ സ്റ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു 10 to 5 minutes അങ്ങനെ അത് കത്തുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അമ്മോട് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു പേടിക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഞാൻ പെട്ടെന്ന് പക്ഷേ പ്രാർത്ഥിച്ചു. പിന്നെ ഞാനത് കെടുത്തി. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു.